കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരു പൊതിച്ചോറുണ്ടെന്ന്. അത് ഇന്നലെ ആയിരുന്നു കേട്ടോ, ഞായറാഴ്ച. അപ്പോൾ ഇസുവിൻ്റെ ബർത്ത്ഡേയും കൂടി കൊള്ളിച്ച് വന്നത് കാരണം ഞാൻ ഇത്തിരി കൂടുതൽ പൊതിച്ചോറ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായേ. ബീൻസ് ശനിയാഴ്ച തന്നെ നന്നാക്കി കഴുകി വാരിയിട്ട് അരിഞ്ഞ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിട്ടോ. എന്നിട്ട് അത് ഞാനൊന്ന് സ്റ്റീമറിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കണ്ട, ഒന്ന് ആവി കയറാൻ. എന്നിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ഒരു ക്യാരറ്റും കൂടി ഗ്രേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. കുറച്ച് ചെറുപയറും കൂടി കറിയാക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെറുപയർ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി തന്നെ. എന്നിട്ട് ഇപ്പോൾ അത് കുക്കറിൽ വെച്ച് വേവിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കലത്തിലാണ് ഞാൻ ചോറ് വെക്കണത്. 2.5 നാഴിയോളം ഞാൻ അരി ഇതിനകത്തിട്ട് വേവിക്കുന്നുണ്ട്. ഈ ചോറ് എന്തോരം തീരുന്നു അത്രയും പൊതിച്ചോറ്. പിന്നെ ഇത് കുട്ടികൾക്കെന്നാണ് പറഞ്ഞേക്കണത്. അപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേയും കൂടി ആയാറിനോട് ഞാൻ കൂടുതലും അങ്ങനെ കൊടുക്കാമെന്ന് തന്നെ വെച്ചാൽ, അല്ലെങ്കിൽ ഞാൻ 4 പൊതിയാണ് എപ്പോഴും കൊടുക്കണത്. ഞങ്ങളുടെ തലയെണ്ണത്തിനനുസരിച്ചാണ് ഞാൻ അങ്ങനെ പൊതിച്ചോറ് കൊടുക്കണേ. അതൊക്കെ ഞാൻ കുക്കറിൽ ചോറ് വേവിച്ചത് തെർമൽ കുക്കറിൽ ഇറക്കി വെച്ചു. ആ കുക്കറിലുള്ളതെല്ലാം വേവിച്ച് വെച്ചിട്ട് ഞാൻ പള്ളിയിലോട്ട് പോകുന്നതായിരുന്നു കേട്ടോ. പിന്നെ കറി ആക്കാനുള്ളത് ഇത് പള്ളിയിലത്തെ കഴിഞ്ഞിട്ട് വേണം. അത് കഴിഞ്ഞ് പള്ളിയിലത്തെ കഴിഞ്ഞ് വന്ന് ഇതിനപ്പുറമുള്ള വീടുകളിലൊക്കെ മിഠായിയൊക്കെ കൊടുക്കണമായിരുന്നു. ഇത് ഞങ്ങളുടെ പള്ളിപ്പറമ്പിലെ ആൻറ്റിമാരാണ്, ജോയ്സിൻ്റെ ട്രസ്റ്റിലുള്ള ചേച്ചിമാരാണ്. അപ്പോൾ ഇസുവൊക്കെ ആൻറ്റി എന്നാണ് കേട്ടോ പറയുന്നത്. ഞങ്ങൾ ഊട്ടിയിലൊക്കെ പോയപ്പോൾ അവർ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായതാണ്, ട്രസ്റ്റിൽ നിന്ന് പോയപ്പോഴേട്ടോ. എന്നിട്ട് ആ മിഠായിയൊക്കെ കൊടുത്തു കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് ഞാൻ എന്നിട്ട് കറികൾ താളിക്കണേനെ. ബീൻസിൽ ഒരിത്തിരി തേങ്ങയും കൂടി ഇട്ടിട്ടാണ്, പിന്നെ ചതച്ച മുളക് പൊടിയാണ് കൂടുതലും ഇട്ടേക്കണത്. പിന്നെ തേങ്ങയും കൂടി ഇട്ട് ബീൻസ് ഒലത്തിയെടുത്തു. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ മറ്റേ ചെറുപയറും കൂടി ഒലത്തിയെടുത്തായിരുന്നേ. പിന്നെ ചാള വറുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. ചാളയും ശനിയാഴ്ച ജോയ്സ് മേടിച്ചുകൊണ്ട് വന്നതാണ്. എന്നിട്ട് ഞാനത് വേഗം തന്നെ വെട്ടി തേച്ച് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായി. അത് പള്ളി പോകുന്നതിന് മുമ്പ് തന്നെ പുറത്തിറക്കിയും വെച്ച്. അതിൻ്റെ ഇടയിൽ ഞാൻ ഇസുവിന് ദോശയും ചുരുന്നുണ്ട്, ഇടത്തട്ടിൽ ഇഡ്ഡലിയും വേവിച്ചിട്ടുണ്ടായിരുന്നേ. ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ വേണ്ടി ഞാൻ ഇത്തവും കൂടി ഡൈനിങ് ടേബിളും ഇരുന്ന് കഴിച്ചായിരുന്നു. അവരപ്പനും മോളും കൂടി ഇരുന്ന് കളി കണ്ടുകൊണ്ടിരുന്ന്. അർജൻറ്റീന ജയിക്കണേന്ന് വിചാരിച്ച് ഇവവും ഇരിക്കണേ, തോക്കണേന്ന് വിചാരിച്ച് ജോയ്സിനും ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാനും പോയിരുന്ന് കാണുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ കേക്കും മുറിച്ചായിരുന്നു. അത് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ മുട്ട വറുക്കാനായിട്ടാണ്. നമ്മൾ മുട്ട വറുക്കുമ്പോൾ എപ്പോഴും ആ പൊടികൾ ഇങ്ങനെ കട്ട പിടിക്കില്ലേ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ സവാളയും ഉള്ളിയൊക്കെ ഇങ്ങനെ അരിഞ്ഞതിനകത്തോട്ട് പൊടികൾ ഇട്ടിട്ട് ലേശം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യും. എന്നിട്ടാണ് ഈ മുട്ടയും കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കണത്. അപ്പോൾ ഇതൊരു 10:30 മണി കഴിയുമ്പോൾ തന്നെ അവിടെ കൊണ്ടുപോകണമെന്നാണ് പറഞ്ഞത്. ആകെ കിളി പോയിരിക്കണേണേ മൂടി വെച്ചത്. അവിടെ സ്പൂൺ കാണാനില്ല, ആകെ ബഹളമായിരുന്നു. പിന്നെ ഞാൻ മുട്ട ഇതേപോലെ തന്നെ ആ ദോശത്തവയിൽ ആക്കി എടുത്ത് കഴിഞ്ഞിട്ട് 2 മുറിച്ചാണ് എടുക്കുന്നത്. നമ്മൾ ഇത്രയും ക്വാണ്ടിറ്റിയിൽ കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ആകെ കിളി പോയിരിക്കുന്നത്. ഞങ്ങൾ 4 പേരുടെ കണക്കിലാണ് 4 എണ്ണമൊക്കെയാണ് ഞാൻ കൊടുക്കാറുള്ളത്. ഈ പൊതിച്ചോറ് കെട്ടിക്കഴിഞ്ഞിട്ട് അതിനകത്ത് റബ്ബർ ബാൻഡ് ഇടണ്ടേ, അല്ലെങ്കിൽ അത് തുറന്ന് പോകത്തില്ല. അപ്പോൾ റബ്ബർ ബാൻഡ് ചോദിച്ചതാണ് അനിയൻ്റെ വൈഫിൻ്റെ അടുത്തുനിന്ന്. ഇതൊക്കെ ഉണ്ട് അതിൻ്റെ വിഭവങ്ങൾ. അതിൻ്റെ ഇടയിൽ ഞാൻ മോരും കൂടി കാച്ചിട്ടുണ്ടായിരുന്നേ. ഒരു ചാറില്ലാഞ്ഞിട്ട് എന്തോ ഒരു സുഖമില്ല, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ 5 ഷീറ്റ് ആദ്യം തന്നെ ഇങ്ങനെ വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ചോറും ഓരോന്ന് സെക്ഷനായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഞങ്ങളുടെ അവിടെ ഒരു കിളിവാതിൽ പോലെ കണ്ട, അത് ഞങ്ങളുടെ ഒരു ചെറിയൊരു മിനി ബേക്കറിയാണ്. ഇസുവിനൊക്കെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി അവിടെ ഒരു ബിസ്ക്കറ്റും അങ്ങനെയാണ് സാധനങ്ങളൊക്കെ കുപ്പിയിലെടുത്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളത് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി അതങ്ങനെ ഒരു ചില്ലുവാതിലിൻ്റെ ഇടയിൽ, കിളിവാതിൽ എന്നാണ് ഞങ്ങൾ പറയുന്നത്, കിളിവാതിലിൻ്റെ ഇടയിൽ ഞങ്ങൾ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ പിള്ളേർ എന്നോട് ചോദിക്കേണ്ടല്ലോ, അവർക്ക് ഇഷ്ടമുള്ളത് എടുത്ത് കഴിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് ഞാൻ ഓരോ കറികളായിട്ട് ആദ്യം ഞാൻ ചെറുപയർ വെച്ച്, അത് കഴിഞ്ഞിട്ട് ആ ബീൻസും കൂടി വെച്ച്, അതിൻ്റെ ഇടയിൽ ഇവന് എന്തെങ്കിലും വെക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് അവളത് ഇച്ചിരി അച്ചാറൊക്കെ ഇട്ട് കൊടുത്തു. ചാറില്ലാഞ്ഞിട്ട് എനിക്ക് എന്തൊരു വിഷമം പോലെ ആയിരുന്നു. എന്നിട്ട് ഞാനൊരു തവി വെച്ച് ഇത്തിരി മോര് കാച്ചിയത്, അധികം പുളിയൊന്നും ഇല്ലാത്ത രീതിയിൽ മോര് കാച്ചിയത്. എന്നിട്ട് മുട്ടയും വെച്ച് കൊടുത്തു. മുട്ട കേട്ടോ, ഞങ്ങളുടെ ഇവിടെ മുട്ട എന്നേ പറയുള്ളൂ. മുട്ട വറുത്തതും വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് ചാള വറുത്തതും വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാനിത് അങ്ങോട്ട് പൊതിയാൻ നിന്നത്. അപ്പോൾ ജോയ്സ് പറഞ്ഞൊരു വെറൈറ്റിക്ക് വേണ്ടി ഞാൻ കസേരമേ കയറി നിന്ന് വീഡിയോ എടുത്തു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ജോയ്സ് വീഡിയോ എടുത്തു തന്നെയാണ്. ഒരാളും എനിക്ക് അങ്ങനെ സഹായിച്ചൊന്നും തന്നില്ല. അവർ കളിയിലിരിക്കണമായിരുന്നു. തേങ്ങ വരെ ഞാൻ പൊട്ടിച്ച് തന്നായിരുന്നു. അതുകൊണ്ട് നല്ല കറക്റ്റായിട്ട് തന്നെ എനിക്ക് തേങ്ങ പൊട്ടിക്കിട്ടിയായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാനതങ്ങനെ പൊതിച്ചോറാക്കുന്നുണ്ട്. അപ്പോൾ അനിയൻ്റെ വൈഫും അവളവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളത് ആ ചില്ലിൻ്റെ ഉള്ളിൽ കുറേ കാടുകൾ കിടക്കുന്നുണ്ട്. ഇസുവിൻ്റെ പണി അതിൻ്റെ ഇടയിൽ കൂടി ആ കാടങ്ങാട് ഇടുന്നത്. എന്ത് പറയാനാണ്, ഒന്നും പറയാൻ പറ്റില്ല. ഈ പൊതിച്ചോറ് കുട്ടികൾക്കാ ചെല്ലണേന്ന് പറഞ്ഞാൽ അതാണ് ഞാനൊരു 3 തവിയോളം ചോറിട്ടത് കേട്ടോ. അധികം കഴിക്കത്തില്ലല്ലോ കുട്ടികൾക്ക്. അപ്പോൾ അതുമല്ല, നമ്മൾ ഇത്തുവിൻ്റെ ബർത്ത്ഡേയും കൂടി കൊള്ളിച്ചത് വന്നത് കാരണം കേട്ടോ ഞാൻ കൂടുതലും അത് കൊടുക്കാൻ ഇത്രയും എനിക്ക് ഉത്സാഹവും ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞാൻ കെട്ടിയത് 12 പൊതിച്ചോറുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അതും പൊതിഞ്ഞ് കെട്ടി ഞാനും അനിയൻ്റെ വൈഫും കൂടി കൊണ്ടുപോയി സെക്രട്ടറിയുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തായിരുന്നു. വന്ന പാടെ ഉള്ള പാത്രം മുഴുവൻ കഴുകി. അത് കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ ജോയ്സിനും വന്ന് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോകാനായിട്ടാണ്. എന്നിട്ട് അൽഡ്രീമി കയറി ഈ തമ്മനത്തുനിന്ന് അൽഡ്രീമിയിൽ നിന്ന് കുഴിമന്തിയും മേടിച്ചുകൊണ്ടാണ് കേട്ടോ വീട്ടിലോട്ട് പോയത്. ഞാൻ വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മനോട് കഞ്ഞിയും കറിയൊന്നും വെക്കണ്ടെന്ന് പറഞ്ഞു. അമ്മയും അപ്പനൊക്കെ ജോയ്സിനും കൂടി അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തില്ലെന്നുള്ളേ. കുറേ പേര് ഇസുവിൻ്റെ ബർത്ത്ഡേ വിഷ് ചെയ്തായിരുന്നേ. എല്ലാവർക്കും താങ്ക്സ് കേട്ടോ.